പ്രിൻസിപ്പൾ ഇല്ലടോ? ഉണയിക്കാൻ ക്വാർട്ടേഴ്സിലേക്ക് പോയി. പറഞ്ഞല്ലേ, ഞാൻ വരുമ്പോ എപ്പോഴും അതെ, ഒന്നുകിൽ ഉണ്ണി കഴിക്കാൻ പോകും, അല്ലെ കാപ്പ് കുടിക്കാൻ പോകും. ഇതൊന്നും അല്ലെങ്കിൽ ലീവ്. 1 മണി വരെ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. തന്റെ വിശദീകരണം ഒന്നും വേണ്ട, എനിക്ക് സമയമില്ല. 3 മണിക്ക് ജനറൽ ബോഡി മീറ്റിംഗ് ഉള്ളതാ, വേമ്പ വിളിച്ചോട്ടോ. 10 മണിക്ക് ഇങ്ങോട്ട് എഴുന്നള്ളെന്ന് പറഞ്ഞതാ. ഇക്കണ്ട നേരം വരെ കാത്തു കണ്ടില്ല. ഇനി അന്നത്തിൽ കൈവയ്ക്കുമ്പോഴാവും വരവ്. ഇങ്ങോട്ട് ചുണ്ടെടുക്കും. പറഞ്ഞ സമയത്ത് വരാതെ തോന്നി നേരത്ത് കയറി വന്നിട്ട് പിന്നെ ചുണ്ടി എടുക്കണ എന്തിനാ? അത് അയാളുടെ ചോദിക്കണം. ചോദിച്ചൂടെ നിങ്ങൾക്ക്? എന്റെ അമ്മണി, നീ ഈ ലോകത്തൊന്നുമല്ലേ ജീവിക്കണേ? സെക്രട്ടറി എന്ന് വെച്ചാ ആരാ? ഈ സ്ഥാപനത്തിന്റെ സർവാധികാരിയാ, സർക്കാരിന്റെ പ്രതിനിധി. പാർട്ടിയിൽ അയാളുടെ നിലയും വില എന്താണെന്നറിയോ നിനക്ക്? എനിക്കറിയില്ല. എന്നാൽ എനിക്കറിയാം. അയാളുടെ മുഷ്ണം നമ്മുടെ അത്താഴം മുടങ്ങും. എനിക്കാണ് ഈ പഴയ പോലെ വേഷം കെട്ടാനും ചൊല്ലിയാടാനൊന്നും വയ്യേനും. ഈ അച്ഛൻ വെറുതെ പേടിയാ. പേടിക്കേണ്ടവരെ പേടിക്കണം. ആ മാധവനുണ്ണി മാഷൊക്കെ പറയാനുള്ള എന്താച്ചാ മൂത്ത് നോക്കി പറയണുണ്ടല്ലോ, സെക്രട്ടറി ആയാലും ചെയർമാൻ ആയാലും. അദ്ദേഹത്തിന് അത് പറയാം. അദ്ദേഹം BA കാരനാ. ഇത് വെറും 5ാം ക്ലാസ്സാ. വകുപ്പും റൂളൊന്നും അറിയില്ലേ? ആശാനെ, ആ പറഞ്ഞ പോലെ കണ്ടുവോ? വന്നു. എത്തിയോ ശങ്കരാ? വേഗം വരാൻ പറഞ്ഞു. അയാൾക്ക് പോകാൻ തുടുക്കണ്ട അത്രേ. ഊണ് കഴിഞ്ഞിട്ട് പോയാൽ മതി അച്ഛാ. അയാൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്താലും തിരക്കേടൊന്നുമില്ല. 3 മണിക്ക് ജനറൽ ബോഡിക്ക് പോകണമെന്ന്. വേണ്ട, അയാൾക്ക് ഇനി ബോഡിക്ക് സമയം തരണ്ട. പോയിട്ട് വേഗം വാ, എന്നിട്ട് കുറച്ചുകൂടെ ഉണ്ണാ. വേണ്ട, എന്തെങ്കിലും കാരണം പറഞ്ഞ് മനുഷ്യനെ പന്ത് തട്ടണം പോലെ തട്ടും. വിശപ്പ് കെടും. വേണ്ട ശങ്കര, നമുക്ക് മാധവണ്ണി മാഷം കൂടി വിളിച്ചിട്ട് പോയാലോ? മെക്കെട്ട് കയറുകയാണെങ്കിൽ എന്തെങ്കിലും നല്ല 2 വാക്ക് പറയാൻ സഹായാവല്ലോ. വൈകോ? പോണ വഴിക്കല്ലേ. ആയിക്കോട്ടെ. ആശാൻ ഇരിക്കാ? ഇരിക്കുന്നില്ല. ഏട്ടനില്ല ഇവിടെ? ഉണ്ട്, വിളിക്കാം. ആ ഇരിക്കും. ഒന്ന് വിളിക്കും. ആശാനെ, സമയം വയ്യ, എനിക്കൂടെ കിട്ടൂട്ടോ. 1 മിനിറ്റ്. എന്താ ആശാനെ വിശേഷിച്ച്? ഇല്ല, ഒന്നുമില്ല. നമ്മുടെ സെക്രട്ടറി വന്നിണ്ടേ. ഓ, ഇപ്പളാ എത്തിയേ? എന്റെ കൂടെ ഒന്ന് വരണം, ഒരു കൂട്ട്. ഞാൻ എന്തിനാ വരണേ? അല്ല, ചിലപ്പോ അയാൾ എന്നോട് മോശമായിട്ട് പെരുമാറും. എന്തിന്? നന്ദഗോപാലിന്റെ കേസിൽ എന്റെ മൊഴി അയാൾ അറിഞ്ഞിട്ടുണ്ടാവും. അയാളൊരു നല്ല കലാകാരനാണെന്ന് ഞാൻ കോടതിയിൽ പറഞ്ഞല്ലോ. ആശാ സത്യമല്ലേ പറഞ്ഞത്? അതെ, എങ്കിലും അത് കലാമന്ദിരത്തിന്റെ കമ്മിറ്റിയുടെ താല്പര്യം അതല്ലല്ലോ. നന്ദഗോപാലം പഠിപ്പിക്കാൻ യോഗ്യനല്ല എന്നാണല്ലോ വരുത്തേണ്ടത്. അയാൾ ഈ സ്ഥാപനത്തിലേക്ക് തിരിച്ചു വരണോണ്ട് ആശാൻ എന്തെങ്കിലും ദോഷമുണ്ടോ? എനിക്കെന്താ ദോഷം? പക്ഷേ കമ്മിറ്റിയും മറ്റ് ആശാന്മാരും കുട്ടികളും ആരും ഇത് ഇഷ്ടപ്പെടുന്നില്ല. അതൊന്നും ഓർക്കാതെ ആളൊരു ബഹുവും മിടുക്കനാണെന്ന് ഞാനിവിടെ പറയുകയും ചെയ്തു. ഇനി അതിന്റെ പേരിൽ എനിക്ക് മെമ്മോ തരുവാണോ? തരട്ടെന്ന്. ഈ മെമ്മോ എന്ന് പറയണത് ആറ്റം ബൊമ്മൊന്നും അല്ലല്ലോ. ഒരു എക്സ്പ്ലനേഷൻ കൊടുത്താ പോരെ? ആശാന് കുടിക്കാൻ നാരങ്ങ എടുക്കട്ടെ? വേണ്ട, അതൊന്നും വേണ്ട. സമയമില്ല. വേണമെങ്കിൽ ഗ്ലാസ് വെള്ളം എടുത്തോളൂ. എന്റെ തൊണ്ട വല്ലണു. ആശാനെ, സമയം. ഓ, അല്ലെങ്കിൽ വെള്ളം വേണ്ട, നമുക്ക് ഇറങ്ങാം. ആശാൻ ഇങ്ങനെ പേടിച്ചാലോ? ശങ്കര, നീ വയ്ക്കോ. ആശാൻ അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാ മതി. ചെത്തൊഴിലാളി യൂണിയന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഞാൻ മനഃപൂർവ്വം മത്സരിക്കായിരുന്നത്. ഞാൻ പ്രസിഡന്റ് ആയിരുന്ന കാലത്ത് എന്തൊക്കെ നേട്ടങ്ങൾ ഉണ്ടാക്കി കൊടുത്തു എന്നുള്ളത് ചരിത്രത്തിലുണ്ട്. അതുപോലെ ഇപ്പൊ ഈ നീലാണ്ടർക്കൊന്ന് ഭരിച്ചു കാണിക്കട്ടെ. അപ്പിയിടും, അപ്പി. ഇന്നലത്തെ ചെക്കന്മാര് ഇവനൊക്കെ എന്ത് രാഷ്ട്രീയ പാരമ്പര്യമുണ്ട്, ബോധമുണ്ട്. ഇപ്പോ ഞാനിരിക്കുന്ന ഈ കസേര ഇവനൊക്കെ സ്വപ്നം കാണാൻ പറ്റുമോ? കലാമന്ദിരത്തിൽ നേതാവിന് നോട്ടം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ലായിരുന്നു. ഉണ്ടായിരുന്നില്ല, സത്യം. ഞാൻ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടില്ല. ഈ കഥകളിയും കോലുകളിയൊക്കെ ആർക്ക് താല്പര്യം? മുഖ്യമന്ത്രി പറഞ്ഞു, വേലായുധ, ഈ കലാമന്ദിരം വേലായുധം ശരിപ്പെടുത്തിയെടുക്കണം. കമാന്നൊരു അക്ഷരം എതിര് പറഞ്ഞില്ല, അനുസരിച്ചു. അതാണ് അച്ചടക്കം. എനിക്ക് വേണേ ഖാദി ബോർഡ് കിട്ടും, കശുവണ്ടി കിട്ടും, വിദേശ മദ്യം കിട്ടും. പക്ഷെ ഞാൻ നാവിടുത്ത് ചോദിച്ചിട്ടില്ല. എന്റെ സേവനം ഇവിടെയാണ് ആവശ്യം എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഇത് ഞാൻ ശരിപ്പെടുത്തി എടുക്കും, അതുറപ്പാ. ഇവിടെ അത്ര മോശമൊന്നുമല്ല. 1-2 വിദേശയാത്ര തരപ്പെടുമല്ലോ. ഫണ്ടില്ലെന്നേ. കാശില്ലാതെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒരു ഫണ്ട് പിരിക്കാനുള്ള ആലോചനയൊക്കെ ഉണ്ട്. എന്തിനു വേള്? വരുന്നുണ്ട്, വരും, ഇപ്പൊ വരും. തന്നോട് കൈയോടെ വിളിച്ചോണ്ടിരാനല്ലേ പറഞ്ഞത്? എന്നിട്ട് താൻ പറഞ്ഞിട്ടെങ്കിൽ പോകുന്നു. കരുതാ വേമ വിളിച്ചോണ്ട് വേണോ? ആരാ പ്രിൻസിപ്പള്? ഒരു കഥകളിക്കാരൻ, രാവുണ്ണി നമ്പീശൻ. പണ്ട് വലിയ കളിക്കാരനായിരുന്നൊക്കെയാ പറയുന്നത്. ആർക്കറിയാം? എഴുന്നള്ളില്ലോ. ഇതാണ് പ്രിൻസിപ്പാള്. ഇവരൊന്നും മനസ്സിലായില്ല. അത് തൽക്കാലം മനസ്സിലാക്കണ്ട. എന്തിനാ മാധവനുണ്ണി വന്നത്? തന്നെ വിളിച്ചില്ലല്ലോ. ഇല്ല, അങ്ങ് വന്ന സ്ഥിതിക്ക് ഒന്ന് കാണാലോ എന്ന് വെച്ചു. ആ നന്ദഗോപാലിന്റെ കേസിൽ നമ്പീശൻ നമ്മുടെ ഭാഗത്തോ അതോ അയാളുടെ ഭാഗത്തോ? അതിനെന്താ സംശയം? നമ്മുടെ ഭാഗത്ത്. പിന്നെ തന്റെ മൊഴിയെടുത്തപ്പോ അയാൾ വലിയ കലാകാരനാണെന്ന് താ പറഞ്ഞതോ? അത് ദൈവദോഷം പറയരുതല്ലോ. അയാൾ നല്ലൊരു കലാകാരനാണല്ലോ. അങ്ങനെ ഒരു മൊഴി കൊടുത്താൽ പിന്നെ നമ്മുടെ ഭാഗത്തിന് എന്താ ഒരു ശക്തി?
അയാളെ തിരിച്ചെടുക്കുന്നത് കൊണ്ട് ഈ സ്ഥാപനത്തിനോ ഇവിടുത്തെ കുട്ടികൾക്കോ ദോഷമല്ലാതെ ഗുണമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വാദിക്കാൻ ശ്രമിക്കുന്നത്, അല്ലേ? അതെ, അതങ്ങനെയാണല്ലോ. പിന്നെ അയാൾ മറ്റേ കലാകാരനും താൻ കോടതി മൊഴി കൊടുത്തതോ? സാർ, കുറെ കൂടി നല്ല വാക്കുകൾ സംസാരിക്കണം. ഇതൊരു കലാസ്ഥാപനമാണ്. അതുകൊണ്ട് ഇതുപോലെ പോക്കറ്റ് നമ്മുടെ ഇയാളെ സ്തുതിക്കണം ഞാൻ. ഈ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം അഭിവന്ദ്യനാണ് ഞങ്ങളുടെ പ്രിൻസിപ്പൽ. ഓ, അങ്ങയുടെ സുഹൃത്തുക്കളുടെ മുമ്പിൽ വെച്ച് ഞങ്ങളുടെ പ്രിൻസിപ്പലിനോട് ആദരവോടെ സംസാരിക്കണം. ആദരവോ? ഇവിടുത്തെ ഏറ്റവും ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നവനാണ് ഞാൻ. ഞാൻ നിങ്ങളെയൊക്കെ മുമ്പ് തലകുറച്ച് നിൽക്കണോ? അതൊന്നും വേണ്ട. ഒരു കലാകാരനോട് കാണിക്കേണ്ട മാന്യത കാണിക്കണം. കലാകാരന്മാര് കണ്ട ക്രിമിനൽസിന് വേണ്ടി സ്വന്തം സ്ഥാപനത്തിലെ താല്പര്യങ്ങൾക്കെതിരെ നിന്നാൽ മാനിക്കണം. ആരാണ് സാർ ക്രിമിനൽ? നന്ദഗോപൻ മാഷോ? അദ്ദേഹം നിരപരാധിയാണെന്ന് കോടതി വിധി എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തെ തിരിച്ചെടുക്കണോ വേണ്ടോ എന്ന് കോടതി തീരുമാനിക്കും. ഇക്കാര്യത്തിൽ സാറിന്റെ താല്പര്യത്തിന് നിൽക്കാൻ ഞാനോ പ്രിൻസിപ്പലോ തയ്യാറല്ല. എന്റെ പേരിൽ എന്ത് അച്ചടക്ക നടപടി വേണമെങ്കിലും സ്വീകരിക്കാം. അത് അദ്ദേഹത്തിന് മാത്രം കാര്യമാണ്, എന്റെ വാക്കല്ല. അതുകൊണ്ട് എന്നോട് നീരസം തോന്നരുത്. ഇറങ്ങിപ്പൊക്കെ മുമ്പ് ഇത് ആരായി നന്ദഗോപൻ? പണ്ട് ഇവിടെ ഡാൻസ് പഠിപ്പിച്ചിരുന്ന ആളാ. ഒരു റൗഡി. സ്വന്തം ഭാര്യയെ മണ്ണെണ്ണ ഒഴിച്ച് ചുട്ടു വന്നവനാ. കേസ് വിട്ടുപോയി. അയാളെ തിരിച്ചെടുക്കണ്ടെന്ന് കമ്മിറ്റി തീരുമാനിച്ചു. അതിനെതിരെ അയാൾ കേസ് നടത്തുക. ഇതൊന്നും എന്റെ കാലത്തല്ല, ആ നമ്പൂരിച്ചൻ സെക്രട്ടറി ആയിരുന്ന കാലത്താ. കേസ് ഇപ്പോഴും നടക്കുക. പുതിയ കമ്മിറ്റിക്ക് വേണമെങ്കിൽ തിരിച്ചെടുക്കാലോ. അവനെ ഇതിന്റെ പരിസരത്ത് വരുത്താൻ കൊള്ളൂല. അത്രയ്ക്ക് വൃത്തികെട്ടവനാ. എന്നെ അവന് പുല്ലു വിലയാ. 7 നേരവും കള്ളും കഞ്ചാവും തെറിപ്പാട്ടും പൊടി വട്ടുമുണ്ട്. എന്റെ മാഷിനെ അന്വേഷിക്കാത്ത സ്ഥലമില്ല. മാഷ് ഒറ്റയ്ക്ക് ഈ പുഴയുടെ നടുക്ക് വന്നിരിക്കുമെന്ന് ഞാൻ വിചാരിച്ചു. ആരാ പറഞ്ഞത് ഒറ്റയ്ക്കാണെന്ന്? പിന്നെ ആരാ കൂട്ടിന്? അല്ല, പോവാണോ? ഞാൻ നന്ദുമാഷെ ഒന്ന് കാണാൻ വന്നതാ. എന്തിനാ? മാഷിന് ഗുണമുള്ള കാര്യമാണ്. ഞാൻ നാടക ട്രൂപ്പ് നിർത്തി. നന്നായി. ഇത് തന്നെ എല്ലാരും പറയുന്നു. പക്ഷെ കലാലോകത്ത് നിന്ന് വെറുകയോടെ തിരിഞ്ഞു പോകാൻ ഞാൻ തയ്യാറല്ല. താൻ പോണ്ട, അവിടെ ഇരുന്നോ. ആ മാഷെ പോകലേ, പറഞ്ഞു വരുന്നേ ഉള്ളൂ. ഒരു ബാലെ ട്രൂപ്പ് തുടങ്ങാമെന്ന് വെച്ചു. ഐഡിയ എങ്ങനുണ്ട്? ആ, കഷ്ടം. ഒരു കഷ്ടവുമില്ല. ഇതിൽ ഞാൻ രക്ഷപ്പെടും. ഒരു 3-4 പെൺപിള്ളേരെ ഒത്തുകിട്ടിട്ടുണ്ട്. പൂവമ്പഴം. അതാണോ ബാലയുടെ പേര്? ഏയ്, പൂവമ്പഴം പെൺകുട്ടികൾ. ബാലയുടെ പേര് ഉർവശി ശാപം. കലക്കിയോ? കലക്കേണ്ടി വരും. മാഷ് കലക്കണം. അതിന്റെ രചനയും സംവിധാനവും മാഷ് തന്നെ ചെയ്യണം. മാഷ് വളരെ ഈ നാട്ടുകാരി ചെറ്റകള് മാഷെ പറ്റി പലതും പറയുന്നുണ്ട്. മാഷ് കൊലപാതകയായിക്കോട്ടെ, കള്ളുകുടിയനായിക്കോട്ടെ, ചട്ടമ്പി ആയിക്കോട്ടെ, എനിക്കൊരു പ്രശ്നമല്ല. എനിക്ക് കലയാണ് വരുന്നത്. കല വളരണം. ഈ ഉർവശി ശാപത്തിലൂടെ മാഷെ ഞാൻ വലിയ ആളാക്കും. അയ്യോ, നീ ഇവിടെ പല സ്ഥലത്ത് നടന്ന് കല വളർത്തുന്നുണ്ടെന്ന് അറിഞ്ഞു. കൈയും കാലും കെട്ടി ഞാൻ നിലയിലെ കയത്തെടുത്തെറിയും. ചെറ്റ നന്ദഗോപനെ ആളാക്കാൻ നടക്കുന്നു. വളരാൻ വളമിട്ടാലും വളരാത്ത പൊറ്റ. എന്നും അവൻ ഇങ്ങനെ തന്നെയാണോടി? എന്നും ഇങ്ങനെയൊക്കെ തന്നെയാ. രാത്രി ഏതെങ്കിലും നേരത്ത് വരും. അത്താഴം ഞാൻ മേശപ്പുറത്തെടുത്ത് വെച്ചിട്ടാ കിടക്കുക. ചിലപ്പോ കഴിക്കും, അല്ലെങ്കിൽ പട്ടിണി. ലഹരി ഒന്നും തൊടാത്ത കുട്ടിയാ. ഇപ്പൊ ബോധമുള്ള നേരല്ല. മനസ്സമാധാനം ഉണ്ടാവില്ല. ഇങ്ങനെ കുടിച്ചാ മനസമാധാനം കിട്ടുമോ? ഒക്കെ ശരിയാവും. ഈ പ്രായത്തില് തിരുത്താനും ഗുണദോഷിക്കാനൊക്കെ ഒരു പെണ്ണ് വേണം. നന്ദു സമ്മതിക്കുകയാണെങ്കിൽ ദാമോദരന്റെ കാല് പിടിച്ചും ഞാൻ സമ്മതിപ്പിക്കാം. അത്ര മിടുക്കിയ ആ പെൺകുട്ടി. ഞാൻ പറഞ്ഞു തോറ്റതാ. ഇനി ഏട്ടൻ തന്നെ പറയൂ. ആ, വരുന്നുണ്ട്. വലിയ മാമ എപ്പോഴാ വന്ന? ഉച്ചയ്ക്ക് മുമ്പേ എത്തി. നീ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ കൂടി വന്നില്ലല്ലോ. എന്ത് കോലാടാ നിന്റെ. നിന്നെ കുറിച്ച് ഞാൻ എന്തൊക്കെയാ കേക്കണേ. ആ, നീ അവിടെ ഇരിക്കേ. വേണ്ട, പഠിപ്പും വിവരമുണ്ട്. മറ്റൊരാൾ ഉപദേശിച്ചിടേണ്ട കാര്യമൊന്നുമില്ല. ജീവിതത്തില് പല പ്രശ്നങ്ങളും ഉണ്ടാവും.
അതൊക്കെ തന്നെ ആലോചിച്ചുകൊണ്ടിരുന്നാ ജീവിക്കാൻ പറ്റുമോ? ഒക്കെ അങ്ങോട്ട് മറക്കുക. എന്നിട്ട് പുതിയ ഒന്നിനെ കുറിച്ച് ആലോചിക്കുക. അമ്മാമ്മയോട് നീ എന്താ ഒന്നും മിണ്ടാത്തെ? എനിക്കൊന്നും പറയാനില്ല. ഞങ്ങൾ പറയണത് അനുസരിക്കാൻ പറ്റുമോ നിനക്ക്? ബോംബെയിലെ ശേഖരന് ഞാൻ എഴുതിയിരുന്നു നിന്റെ കാര്യം. അവനൊരു ജോലി അവിടെ ശരിയാക്കിയിട്ടുണ്ട്, ഒരു കമ്പനിയിൽ. അത് വേണ്ട. ആട്ടും പാട്ടും പഠിപ്പിച്ച് മാത്രമേ നീ ജീവിക്കാൻ കണ്ടിട്ടുള്ളൂ. അതുകൂടി ഇല്ലെങ്കിൽ ഞാനില്ലമ്മേ. നിന്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയോ നിനക്ക്? ഈ അമ്മയെ പറ്റി വല്ല വിചാരമുണ്ടോ? 5-6 കൊല്ലം ഈ തീ തിന്നാൻ തുടങ്ങിയിട്ട് ഞാൻ. നീ കരയല്ലേ ജാനകി. ഇതൊക്കെ അവനോട് സമാധാനമായിട്ട് പറഞ്ഞാൽ അവന് മനസ്സിലാവില്ലേ? ആ, നമ്മുടെ പൂമംഗലത്തെ ദാമോദരമേനയുടെ മൂത്ത കുട്ടിയെ കണ്ടിട്ടുണ്ടോ നീയെ? അമ്മാമ്മ എന്നോട് ഇതൊന്നും സംസാരിക്കരുത്. എടാ, ഞാൻ പറഞ്ഞ നീയൊന്നും മനസ്സിലാക്കേ. എനിക്കൊന്നും മനസ്സിലാവില്ല. 100 തവണ ഞാൻ അമ്മയോട് ഇതിനൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. എന്നെ നിങ്ങൾക്കെങ്കിലും ഒന്ന് വെറുതെ വിടാം. മോനെ, ഞങ്ങൾക്കില്ലട ആഗ്രഹങ്ങള്. ഉണ്ടായിരിക്കാം, പക്ഷെ അതൊന്നും സാധിച്ചു തരാൻ എനിക്ക് കഴിയില്ല. ക്ഷമിക്കൂ. നീക്കണ്ട, കിടന്നോ. വെളുപ്പിന് 5:30 വണ്ടിക്ക് ഞാൻ പോവും. വീട്ടിൽ കൊയ്ത്തിന്റെ സമയാ. കിടന്നോ. എന്റെ ഹൈദ്രോസേ, നീ പാട്ടൊന്നും നിർത്തിയിട്ട് ആ ചെക്കനോട് ചായ തരാൻ പറ. രാജാ, ചായ ഒന്ന് വേങ്കോട്. എടുക്കുമല്ലേ? നീ അവിടെ കഥകളിയായിട്ടാണോ ചായ കൂട്ടാണോ? കണ്ടൂടെ? കണ്ടു. നിന്റെ മുഖത്ത് നവരസങ്ങളും തെളിഞ്ഞു വരുന്നത് ഞാൻ കണ്ടു. പഠിച്ച കല മറക്കാൻ പറ്റുമോ? 6 കൊല്ലം കഷ്ടപ്പെട്ട് പഠിച്ചതാ. നീ 6 കൊല്ലം ചെണ്ടിയതല്ലേ? അതുകൊണ്ട് ഇപ്പൊ എന്താ കുഴപ്പം? കലാമന്ദിരത്തിന് മുമ്പ് തന്നെ ഒരു ചായക്കട തുടങ്ങാൻ പറ്റിയല്ലോ. പോരാത്തതിന് പേരിന് മുമ്പിൽ ഒരു വാലും. കലാമന്ദിര ഐദ്രൂസ് എന്ന് പോരെ? വാലായിരുന്നെങ്കിൽ പുറയിലായിരുന്നു നല്ലത്. രണ്ടു ഹൈദ്രോസേ, ഓ, ഒരു ഗ്ലാസ് തന്നെ ഇത്തിരി വെള്ളവും. എന്തിനാ? തിന്നാൻ നിനക്ക് തരാൻ പറ്റുമോ? പറ്റില്ല. മറ്റവൻ പൂശാനല്ലേ, അത് പറ്റിയ ഗ്ലാസ് ഇവിടെ ഇല്ല. എടാ, 1 മിനിറ്റ് മതി. തരില്ലാന്ന് പറഞ്ഞില്ലേ? ആവശ്യത്തിനൊക്കെ ആവാ. ഇതെപ്പോഴും എന്തിനാ അങ്ങനെ വേണ്ടാന്ന് നടക്കുന്നത്? വെറുതെ അല്ല നീയൊന്നും ഗുണം പിടിക്കാതെ പോയത്. കലാമണ്ഡലം ഹൈദരാലിയാകാൻ വന്നിട്ട് ഇപ്പൊ എച്ചിലുടയ്ക്കാനും ഗ്ലാസ് എഴുതാനും ഇടവന്നില്ലേ? നിനക്കത് വേണം, ദുഷ്ടൻ. നിന്നെ പോലെ തേരാപാര നടക്കുന്നില്ല തന്റെ തിരിഞ്ഞ്. 1 മാസം കൂടി കഴിഞ്ഞോട്ട്, കോടതി വിധി വന്നോട്ട്, നന്ദു ഇവിടെ തന്നെ തിരിച്ചു വരും. ഒരു സോഡ തരാമോ? ദാഹിച്ചിട്ട് വയ്യ. അത് വേണേ തരാം. എന്റെ ഒടുക്കത്തെ കൂടിയാടാ കരള അരിപ്പായി പോവും. പോട്ടടാ, ആർക്ക് വേണം കരള്? വരട്ടെ, കാണാം. ഇന്റെ റബ്ബേ, ഇവൻ ഇങ്ങനെ ആയി പോയല്ലോ. എന്താ മാളവികയ്ക്ക് പറ്റിയത്? എന്താ കാര്യം? പറയൂട്ടി. നടക്കട്ടെ. നിങ്ങൾ എന്തിനാ അങ്ങോട്ട് വന്നത്? ഇവിടെ വരരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ സെക്രട്ടറി സാറ്? സെക്രട്ടറി ആരാ? ദൈവം. ഞാൻ ഇത്രയേറെ ഇവിടെ ഇരുന്ന എന്ത് സംഭവിക്കുമെന്ന് അറിയണമല്ലോ. നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? ഇല്ല, പിടിച്ചിറക്കാൻ ധൈര്യമുള്ളവർ വരട്ടെ, നോക്കാം. എന്റെ ടീച്ചറെ, നമ്മളൊക്കെ കലാകാരന്മാരല്ലേ. ഈ കുട്ടികൾ പഠിക്കണത് ഞാനൊന്ന് കണ്ട എന്താ കുഴപ്പം? അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ല, കുട്ടികൾക്കും അതെ. തന്നെ കണ്ടപ്പോ ഈ കുട്ടി പെട്ടെന്ന് നിർത്തിയത് കണ്ടില്ലേ? അത് നിങ്ങളുടെ കഴിവുകേടാണ്, ഗുരുക്കന്മാരുടെ. പിന്നെ കുറച്ച് ഈ കുട്ടിയുടെ അഹങ്കാരവും. പ്രിൻസിപ്പലിന്റെ മകൾ, വലിയ നാട്യക്കാരി. ഈ കുട്ടിയുടെ മുഖത്ത് ആ ഭാവം മാത്രമേ ഉള്ളൂ, വേറൊരു ഭാവം വിടരുന്നില്ല. പ്രകാശമുള്ള മുഖത്തെ ഭാവങ്ങളുടെ നിറം കാണാൻ പറ്റൂ.
ആദ്യം ഈ കരിമുഖം ഒന്ന് മാറ്റാൻ ശ്രമിക്കേ, എന്നിട്ട് അഭ്യസിക്കേ. നടക്കട്ടെ, കൂത്ത് നടക്കട്ടെ. നന്ദഗോപൻ വന്ന് കലക്കിന്ന് പറയണ്ട. അയാള് വല്ല ഭ്രാന്തം പറഞ്ഞതിന് കുട്ടി വിഷമിക്കുന്ന എന്തിനാ? എപ്പോഴും അതെ, കാണുമ്പോഴൊക്കെ ഓരോന്ന് പറയും, ചിലപ്പോ തുറച്ചു നോക്കും. വൃത്തിയായിട്ടവനാ. ടീച്ചറിന് എന്തെന്ന് കംപ്ലൈന്റ് ചെയ്തൂടെ? കംപ്ലൈന്റ് ചെയ്താ പിന്നെ കാണുമ്പോ അയാൾ വല്ല തോന്നിയാസം പറഞ്ഞാലൊന്നും ഭയന്നിട്ടാ ഏത് നേരവും മൂക്കറ്റം കുടിച്ചിട്ടുണ്ടാവും. ടീച്ചർക്ക് പേടിയാണെങ്കിൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യാം. എനിക്ക് പേടിയൊന്നുമില്ല അയാളെ. നമ്മൾ നേടണം കഥകളിയേക്കാൾ ലളിതം. പക്കമേളത്തിന്റെയോ വേഷഭൂഷാദികളുടെ പിന്തുണയില്ല. എല്ലാ കഥാപാത്രങ്ങളെ ഒരാൾ തന്നെ രംഗത്ത് അവതരിപ്പിക്കണം. നൃത്തവും നൃത്യവും വാചികവും ആംഗികവും സാത്വികവുമായ അഭിനയത്തിനുള്ള സാധ്യത റിയലി ഇറ്റ്സ് ഗ്രേറ്റ്. മാഷയെ പോലെ ഒരാള് ഇത് പറഞ്ഞു കേൾക്കുന്നതിൽ സന്തോഷമുണ്ട്. ഞാൻ പറഞ്ഞാ പോരാ, ജനങ്ങളെ കൊണ്ട് പറയിക്കണം. സെക്രട്ടറി, അയാൾ എവിടെങ്കിലും പോയി തൊലയട്ടെ സാറേ. പിന്നെ ഞാൻ എന്തിനാടോ ഈ കസേരക്കൽ സെക്രട്ടറി പറഞ്ഞ് മീശ വെച്ചിരിക്കുന്നേ? മീശ വേണമെങ്കിൽ പഠിക്കാവുന്നേ ഉള്ളൂ. ഒരു 100 പ്രാവശ്യം പറഞ്ഞു തന്നിട്ട് മനസ്സിലായിട്ടില്ല കൊരങ്ങൻ. ഇങ്ങനെ ഇവന് മാഷിന്റെ വിഷയ താല്പര്യം ഭരതനാട്യം. കഥകളിക്ക് ചേർന്ന് എന്റെ നിർബന്ധം കൊണ്ടാ. വിരല് വളച്ച് കാണിച്ചാൽ മുദ്രയാവില്ല, അതിന് സൗന്ദര്യം ഉണ്ടാവണം. ഇല്ലേ മാഷേ? ഈ മുദ്രകൾ ഭാഷയാണ്. നല്ല വടിവൊത്ത അക്ഷരത്തിൽ എഴുതിയാൽ എളുപ്പം വായിക്കാം, അല്ലേ? ഇല്ലെങ്കിൽ വായിക്കാൻ ബുദ്ധിമുട്ടാവും, മനസ്സിലാവില്ല. കഥകളി സാമാന്യ ജനത്തിന് മനസ്സിലാകാത്തതും അതുകൊണ്ടാണ്. വടിവില്ലാത്ത മുദ്രക്കൈകൾ, വെറും ശാസ്ത്രീയമായ അഭ്യാസം മാത്രമാകുന്ന അഭിനയം, ഇതൊക്കെ അതിന്റെ പ്രശ്നങ്ങളാണ്. വിദ്യ കൊണ്ട് നേടാൻ പറ്റുന്നതല്ല കല, വാസനയാണ് കല, ഈശ്വരാനുഗ്രഹമാണ്. തെറ്റുണ്ടോ ഞാൻ പറഞ്ഞതിൽ? ഏയ്, അതാണ് സത്യം. ആ കലാശം നിർത്തേ. കുട്ടികളിയൊക്കെ ഇവനാ ആള്. ഓ ഇവനാണ്. എഴുന്നേക്കടാ. എന്താ കാര്യം? സർ പ്ലീസ്, ഇവനെ പിടിച്ച് വണ്ടി കയറ്റ. എന്റെ അനുവാദമില്ലാതെ എന്റെ കളരി കയറാൻ നിങ്ങൾക്ക് എന്താ അധികാരമുള്ളത്? സെക്രട്ടറിയുടെ അനുവാദമുണ്ട്. ഇയാളുടെ പെർമിഷൻ എന്തിനാ? എന്ത് കുറ്റം ചെയ്തിട്ടാ നിങ്ങൾ എന്നെ കൊണ്ടുപോകുന്നത്? പറഞ്ഞു തരാമടാ, സ്റ്റേഷനോട് ചെല്ലട്ടെ. കേറടാ. ഇപ്പൊ മനസ്സിലായോ എന്നോട് കളിച്ചാ എങ്ങനെ ഇരിക്കുന്ന? എന്നെ ഇവരെ കൊണ്ടുപോയി കൊല്ലൊന്നുമില്ല, ഞാനും മനസ്സിലാക്കി തരാം. അയാൾ അവിടെ കളരിയിൽ വന്നിരുന്നു. എന്താ സാർ കുഴപ്പം? ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, താൻ അന്വേഷിക്കണ്ട. എനിക്കെന്താ ചെയ്യാൻ പറ്റുക? സെക്രട്ടറി പറഞ്ഞ അനുസരിക്കാനല്ലേ പറ്റൂ. എടാ, നീ സെക്രട്ടറിക്ക് എന്ത് മനസ്സിലാക്കി കൊടുക്കൂടാ പട്ടി? ഇനി അതിനുള്ളിൽ കയറുവടാ. ഇനി മതി സാർ. ഒന്നും കൊടുക്കണ്ട, മര്യാദ പഠിക്കട്ടെ അവൻ. എന്ത് വേണം? ഒരു കാര്യം പറയാനുണ്ട്. നന്ദഗോപാലിന്റെ പേരില് കേസ് രജിസ്റ്റർ ചെയ്യരുത്. അയാൾ ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. അയാൾ പെൺകുട്ടികളുടെ ക്ലാസ്സിൽ കയറി ബഹളം ഉണ്ടാക്കിയെന്ന് സെക്രട്ടറി പറഞ്ഞതോ? അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഇടയ്ക്ക് അവിടെ വരാറുണ്ട്.
ചില അഭിപ്രായങ്ങളൊക്കെ പറയും. അത് ഇഷ്ടപ്പെടാത്തവർക്ക് ഇൻസൾട്ട് ആയിട്ട് തോന്നിട്ടുണ്ടാവും. അത്രേ ഉണ്ടാവുള്ളൂ. മദ്യപിച്ച് അവിടെ ചെന്ന് തെറ്റല്ലേ? അയാളുടെ സഞ്ചിയിൽ അരക്കുപ്പി ചാരായം ഉണ്ടായിരുന്നു. അത് ശരിയാണെന്ന് ഞാൻ പറയില്ല. ഈ പറയണ ബഹളമൊന്നും അവിടെ ഉണ്ടായിട്ടില്ല. വെറും വ്യക്തിവൈരാഗ്യമാണ് ഇതിന്റെ പിന്നിൽ. അയാളുടെ ജോലി തിരിച്ചു കിട്ടാൻ വേണ്ടി കലാമന്ദിരം കമ്മിറ്റിയുമായിട്ടൊരു കേസ് നിലവിലുണ്ട്. അതിനിടയിൽ ഇത് ചാർജ് ചെയ്താൽ അത് ആ കേസിനെ ബാധിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത് ചാർജ് ചെയ്യരുത്. ചാർജ് ചെയ്യാൻ റിട്ടേൺ കംപ്ലൈന്റ് ഒന്നും തന്നിട്ടില്ല. സെക്രട്ടറിക്ക് ആ ബുദ്ധി തോന്നുന്നതിന് മുമ്പ് അയാളെ വിടണം സാർ. അയാളുടെ ഭാവി ഓർത്തെങ്കിലും സാർ ദയവ് കാണിക്കണം. ഇനി അയാൾ വല്ല കുഴപ്പമുണ്ടാക്കോ? ഇല്ല സാർ, കുഴപ്പമൊന്നും ഉണ്ടാക്കൂല. ഞങ്ങൾ ഉറപ്പുതരാം. അവൻ അങ്ങനത്തെ ആളല്ല. ഉറപ്പൊന്നും പറയണ്ട. അയാളുടെ ഹിസ്റ്ററി ഇവിടെ പോലീസുകാർ പറഞ്ഞു കേട്ടു. ഭാര്യയെ കൊന്ന ആളല്ലേ. കേസ് വെറുതെ വിട്ടു എന്ന് വെച്ച് കൊന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഇല്ല സാർ, അവൻ ആരും കൊല്ലാൻ പറ്റൂല. സുമംഗലെ അവന് ജീവനായിരുന്നു. അതുകൊണ്ടായിരിക്കും തീ വെച്ച് തന്നെ കൊന്നത്. ഏതായാലും അവനെ ഞാൻ വിട്ടുതരാം. പക്ഷേ ഇനി അവൻ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കിയാൽ നിങ്ങൾ ഇടയ്ക്ക് ഇതിനകത്ത് കയറ്റിയിട്ട് ഞാൻ ചവിട്ടും. എന്ത് വേണമെങ്കിലും ചെയ്തോ സാർ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേ.